അങ്കബൂത്ത് എന്ന അധ്യായത്തിലെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുഹമ്മദ് തൻ്റെ സമൂഹത്തിലും ചുറ്റും അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രതിസന്ധികളുടെ ഒരു സന്ദർഭത്തിലാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ ഏതാനും വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇവിടെ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ പ്രശ്നമായിരുന്നില്ല അവിടെ മുഹമ്മദിന് നേരിടേണ്ടി വന്നത്. മറിച്ച് 13 വർഷക്കാലം താൻ എന്താണോ അവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ചതിയായിരുന്നു എന്നും അതിൽ നിന്ന് നേരെ വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് മുഹമ്മദ് ചുവടുമാറ്റുന്നു എന്നതുമായിരുന്നു അന്ന് വിശ്വാസികൾക്കിടയിൽ തന്നെ സംശയവും പ്രശ്നങ്ങളും ഉണ്ടാവാൻ കാരണം. താൻ വെറും ഒരു താക്കീതുകാരനാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവാണ് ആരൊക്കെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട, ആരൊക്കെ നേർമാർഗത്തിലാകണം നേർമാർഗത്തിലാവണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും നേർമാർഗത്തിലാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുമായിരുന്നു എന്നും, എന്നാൽ അള്ളാഹു അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, മക്കയിലുള്ള ഈ ഖുറൈശികളായ മഹാഭൂരിപക്ഷം ആളുകളും അവിശ്വാസികളാക്കി മാറ്റിയതും അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചതുമൊക്കെ അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നിർബന്ധപൂർവമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയോ അവരെയൊന്നും മതം മാറ്റാനുള്ള ശ്രമമൊന്നും നടത്തേണ്ടതില്ല. താക്കീത് നൽകി പോവുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി അവർക്ക് അള്ളാഹു ഇവിടെ വെച്ച് ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ ഇറക്കിക്കൊണ്ട് അള്ളാഹു അവരെ പാഠം പഠിപ്പിക്കും. അതിന് പുറമെ പരലോകത്തും അവർക്ക് ശിക്ഷ നൽകി അള്ളാഹു അവരെ കൈകാര്യം ചെയ്യും എന്നൊക്കെയാണ് മുഹമ്മദ് കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മക്കക്കാരായ അവിശ്വാസികളും മുഹമ്മദിനൊപ്പം ചേർന്നിട്ടുള്ള വിശ്വാസികളും ഒരുപോലെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മുഹമ്മദ് പറയുന്നത് മറ്റൊന്നാണ്. ഇനി അങ്ങനെ ഉത്ബോധനം മാത്രം നടത്തി താക്കീത് മാത്രം നടത്തി കഴിഞ്ഞാൽ പോരാ എന്നും, ഇനി നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനക്കാരുമായി കൂട്ടുചേർന്നുകൊണ്ട് വാളെടുത്ത് ഇവരെ ആക്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു തീരുമാനമാണ് മുഹമ്മദ് പതുക്കെ അവിടെ പരസ്യപ്പെടുത്തുന്നത്. അത് ഒരുപക്ഷെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരിൽ മുഹമ്മദിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള ആളുകൾക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കാം, മുഹമ്മദ് അവരുമായിട്ട് അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എല്ലാ നിഷ്കളങ്കരായ വിശ്വാസികൾക്കും ആ കാര്യം അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഇടയിൽ കുറേ പേര് മുഹമ്മദിൻ്റെ ഈ തീരുമാനത്തെ പെട്ടെന്ന് അംഗീകരിക്കാനോ അനുസരിക്കാനോ തയ്യാറായില്ല. കുറേ പേർ മക്കയിൽ അവരുടെ കുടുംബങ്ങളെയും അവരുടെ മറ്റു ബന്ധങ്ങളെയും ഒന്നും മുറിച്ചെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോകാൻ തയ്യാറായില്ല. ഈ സമാധാനത്തിൻ്റെ വഴി വിട്ട് താക്കീത് മാത്രം എന്ന ഇടത്തുനിന്ന് മാറി മറ്റൊരിടത്ത് പോയി തങ്ങളുടെ സ്വന്തം സമൂഹത്തെ ആക്രമിക്കുക എന്ന ഒരു വയലൻസിൻ്റേതായ മാർഗം സ്വീകരിക്കാനും പെട്ടെന്ന് ഈ വിശ്വാസികളിൽ ഒരു വിഭാഗത്തിന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതിനെ എതിർത്തു നിന്നു. അങ്ങനെ എതിർത്തു നിന്ന മുഹമ്മദിൻ്റെ നിഷ്കളങ്കരായ വിശ്വാസികളെ ഇവിടെ വെച്ച് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും മുനാഫിക്കുകൾ അഥവാ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടും വിശ്വാസത്തോട് ആത്മാർത്ഥത കാണിക്കാത്തവർ എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ അധിക്ഷേപിക്കുന്നതാണ് ഈ അധ്യായം മുതൽ ഇനി നമ്മൾ ഖുർആനിൽ കാണുന്നത്. 13 വർഷക്കാലം എന്താണോ മുഹമ്മദ് അവിടെ പറഞ്ഞും പ്രബോധനം നടത്തിയും ഇരുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് മുഹമ്മദ് ഈ അധ്യായം മുതൽ ഇനി പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം അവതരിപ്പിച്ചത് പിന്നീട് അവതരിപ്പിച്ചത്, അങ്ങനെ ആ ഒരു ക്രമത്തിൽ നമ്മൾ ഖുർആനിലെ വാക്യങ്ങളും ഖുർആനിലെ അധ്യായങ്ങളും വായിച്ചു പോകുമ്പോൾ അത് ഏറെക്കുറെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പൂർണ്ണമായും അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. എങ്കിൽ പോലും ഈ ചരിത്രത്തിൻ്റെ വികാസത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങളും മുഹമ്മദിൻ്റെ നിലപാടിൽ വരുന്ന ചുവടുമാറ്റങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ രീതിയിൽ ഖുർആൻ വായിക്കുന്നത് ഉപകരിക്കും എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ഒരു ക്രമത്തിൽ ഈ ക്ലാസ് കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത്. ഇനി അങ്കബൂത്ത് എന്ന ഈ അധ്യായത്തിലെ 8ാമത്തെ വാക്യം മുതൽ കുറച്ച് വാക്യങ്ങൾ ഞാൻ ഇന്ന് വായിച്ച് അതിൻ്റെ കൂടെ ചരിത്ര സന്ദർഭവും പശ്ചാത്തലവും വിശദീകരിക്കാം. 8. തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് മനുഷ്യനോട് നാം കൽപ്പിച്ചിരിക്കുന്നു. നിനക്കറിവില്ലാത്ത ഒരു വസ്തുവെ എന്നോട് പങ്കുചേർക്കണമെന്ന് നിന്നെ അവർ നിർബന്ധിക്കുന്ന പക്ഷം അവരിരുവരെയും നീ അനുസരിക്കരുത്.
എൻ്റെ അടുത്തേക്കാണ് നിങ്ങളെല്ലാവരുടെയും മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അവിടെ വെച്ച് ഞാൻ പ്രതിഫലം നൽകുന്നതാണ്. ഈ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന കൽപ്പനയും അതിൻ്റെ കൂടെ തന്നെ മാതാപിതാക്കൾ ഈ മതം വിശ്വസിക്കാത്തവരാണെങ്കിൽ ആ കാര്യത്തിൽ അവരെ അനുസരിക്കാൻ പാടില്ല എന്ന ഈ നിർദ്ദേശവും ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ആവർത്തിച്ച് വന്നിട്ടുള്ള എല്ലായിടത്തും അതിൻ്റെ അവതരണ സന്ദർഭമായിട്ടും പശ്ചാത്തലമായിട്ടും വിവരിച്ചിട്ടുള്ളത് ഒരേ സംഭവമാണ്. സഅദ് ഇബ്നു അബി വക്കാസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സഹാബി, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നു. സഅദ് ഇബ്നു അബി വക്കാസ് മുഹമ്മദിൻ്റെ കൂടെ മതം മാറിപ്പോയപ്പോൾ മാതാവായ ഹംന അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. പക്ഷേ സഅദ് പിന്തിരിയാൻ തയ്യാറാവാതെ വന്നപ്പോൾ ഈ ഉമ്മ നിരാഹാര സമരം തുടങ്ങുന്നു. അങ്ങനെ 2 ദിവസം അവർ വെയിൽ കൊണ്ട് പുറത്തിരിക്കുകയും ഭക്ഷണവും വെള്ളവും കഴിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തളർന്നുപോയി. അവസാനം നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ സഅദ് ഇബ്നു അബി വക്കാസ് മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഉമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിലാണ് ഈ ഉപദേശവുമായിട്ട് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങുന്നത് എന്നാണ് സന്ദർഭ വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ സന്ദർഭത്തിൽ ഈ ആയത്ത് മാത്രമല്ല വേറെയും 2-3 ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് എന്നും ആ ആയത്തുകളൊക്കെ ഖുർആനിൽ പല അധ്യായങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുമാണ് ഖുർആൻ മൊത്തം വായിച്ചപ്പോൾ മനസ്സിലായത്. സൂറത്തുൽ ലുക്മാൻ എന്ന ലുക്മാൻ്റെ കഥ പറയുന്ന അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്കാഫ് എന്ന് പറയുന്ന അധ്യായത്തിലും നമ്മൾ ഇതേ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ലുക്മാനിലെ 14-15 ആയത്തുകൾ ഇങ്ങനെയാണ്: മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടക്കുന്നത്. അവൻ്റെ മുലകടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ. എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിൻ്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങി അവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക. പിന്നെ എൻ്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. ഈ വാക്യങ്ങളുടെയും അവതരണ പശ്ചാത്തലമായിട്ടും സന്ദർഭമായിട്ടും തഫ്സീറുകളിൽ വിവരിച്ചിട്ടുള്ളത് ഈ സഅദ് ഇബ്നു അബി വക്കാസിൻ്റെ ഉമ്മ നിരാഹാരം കിടന്ന സന്ദർഭം തന്നെയാണ്. ഇനി മറ്റൊരു അധ്യായം 41-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യം, സൂറത്തുൽ അഹ്കാഫ്. തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു. അവൻ്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. അവൻ്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി 30 മാസക്കാലമാകുന്നു. അങ്ങനെ അവൻ തൻ്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും 40 വയസ്സിലെത്തുകയും ചെയ്താൽ ഇപ്രകാരം പറയും: എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ സംതൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാവുന്നു. ഇതും മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർ അവിശ്വാസികളാണെങ്കിൽ ആ അവിശ്വാസത്തിൻ്റെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഒരു മാതാവിനോടുള്ള ചുമതലകൾ നിറവേറ്റണം എന്നാണ് ഇവിടെയും പറയുന്നത്. എന്നാൽ ഇതേ ഖുർആനിൽ ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് അവിശ്വാസികളായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ എല്ലാവരെയും ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച് പോകണം എന്ന് നിർദ്ദേശിക്കുന്ന വാക്യങ്ങളും ഇതേ ഖുർആനിൽ നമുക്ക് കാണാം. അത് അവതരിക്കുന്നത് മറ്റു ചില സന്ദർഭങ്ങളിലാണ്. ഇങ്ങോട്ട് മതം മാറി വരുന്ന ആളുകൾ അവരുടെ മാതാപിതാക്കളോട് ഈ സമീപനം സ്വീകരിക്കണം എന്ന് പറയുന്നവർ തിരിച്ച് ഇസ്ലാമിൽ നിന്ന് ഈ മതം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് മറ്റൊരു മതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ച് മതമില്ലാതെ ജീവിക്കാൻ തീരുമാനിക്കുകയോ ചെയ്താൽ ഈ പറയുന്ന സൗഹാർദ്ദമൊന്നും അങ്ങോട്ട് കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളോ മക്കളോ മതം വിട്ടു പോവുകയാണെങ്കിൽ അവരോട് ആ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിലൊഴിച്ച് ബാക്കി കാര്യത്തിലൊക്കെ നിങ്ങൾ രക്തബന്ധവും സ്നേഹബന്ധവും തുടരണം എന്നൊരു വാക്യം നിങ്ങൾക്ക് ഖുർആനിൽ എവിടെയും തിരഞ്ഞാൽ കാണില്ല.
ഹദീസിലും കാണില്ല. മറിച്ച് അങ്ങനെയുള്ളവരുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധവും മുറിച്ച് കളയണമെന്നും അവരെ പരമാവധി ഉപദ്രവിക്കണമെന്നും പറ്റുമെങ്കിൽ അവരെ കൊല്ലണമെന്നും വരെ പറയുന്ന ഹദീസുകളും ആയത്തുകളുമൊക്കെയാണ് ഖുർആനിലുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായ ഇരട്ടത്താപ്പാണ്. എന്നാൽ നമുക്കെന്താണ് പറയാനുള്ളത്? നമ്മൾ പറയുന്നത് മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന ആളുകളോട് നമ്മൾ ഇതേ കാര്യമാണ് പറയാറുള്ളത്. നിങ്ങൾ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെയോ നിങ്ങളുടെ കൂടപ്പിറപ്പുകളെയോ ഒന്നും രക്തബന്ധം ഉപേക്ഷിച്ച് പോരേണ്ട കാര്യമില്ല. മറിച്ച് അവരുമായിട്ടൊക്കെയുള്ള സ്നേഹബന്ധങ്ങൾ എല്ലാ അർത്ഥത്തിലും തുടരുകയും അവരോടൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ബാധ്യതകളും നിറവേറ്റുകയും ചെയ്യുക. ഒപ്പം അവരുടെ വിശ്വാസ ആചാര കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ മാറി നിൽക്കുക. അതല്ല, അവരെ ആശ്വസിപ്പിക്കുന്നതിനും അവരെ സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി ചില കാപഢ്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിലും തെറ്റില്ല എന്ന നിലപാടാണ് നമ്മളൊക്കെ സ്വീകരിക്കാറുള്ളത്. ഇപ്പോൾ വാപ്പ മരിച്ചു, വിശ്വാസമില്ലെങ്കിലും നിങ്ങൾ പള്ളിയിൽ പോയി മയ്യത്ത് നിസ്കരിച്ചോ എന്ന് ഞാൻ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെയൊക്കെ സമയത്ത് ബാപ്പയും ഉമ്മയും ഒക്കെ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മതപരമായ വിവാഹം കഴിച്ചോളൂ, അതിലൊന്നും തെറ്റില്ല, എന്നിട്ട് പിന്നെ മതമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാമല്ലോ എന്നാണ് നമ്മളൊക്കെ പലപ്പോഴും മതം വിട്ട് പുറത്തു വരുന്നവരോട് പോലും ഉപദേശിക്കാറുള്ളത്. അതൊരു കാപഢ്യമാണ് എന്നറിയാം. പക്ഷേ ആ കാപഢ്യം പോലും ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മളൊക്കെ നൽകാറുള്ളത്. നമ്മളൊക്കെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ മനസ്സ് വേദനിപ്പിക്കേണ്ട എന്ന നിലക്ക് ഇതുപോലുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് പോലും തെറ്റല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ മതത്തിൻ്റെ നിലപാടെന്താണ്? രക്തബന്ധമോ കുടുംബ ബന്ധമോ മാതാപിതാക്കൾ എന്നുള്ള ബന്ധമോ മക്കളെന്ന ബന്ധമോ ഒന്നും പാലിക്കാൻ പാടില്ല. അതിനേക്കാളൊക്കെ വലുത് വിശ്വാസമാണ്. നിങ്ങൾ സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യയെയും സ്വന്തം മാതാപിതാക്കളെയും സ്നേഹിക്കുന്നതിനേക്കാൾ ഈ മുഹമ്മദിനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതുപോലുള്ള വഷളത്തരങ്ങളാണ് ഈ മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മതത്തിൻ്റെ ഒരു നല്ല കാപഢ്യത്തിൻ്റെ ഒന്നാന്തരം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഖുർആൻ്റെ ഈ നിർദ്ദേശത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇതൊക്കെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും മുഹമ്മദും തമ്മിലുണ്ടായിരുന്ന സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പരിതസ്ഥിതിയിൽ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരോടും ഓരോന്ന് വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞതാണ്. മറ്റൊരു സാഹചര്യത്തിൽ മുഹമ്മദ് നേരെ തിരിച്ചു പറയുന്നതും ഇതേ ഖുർആനിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഒരു ദൈവമല്ല എന്നും ഒരു സർവജ്ഞാനിയല്ല എന്നും ഇത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ എല്ലാ കാലത്തും ബാധകമായ കാര്യങ്ങളല്ല എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മറിച്ച് മുഹമ്മദിൻ്റെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് മുഹമ്മദ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചില സന്ദർഭങ്ങളിൽ പെരുമാറിയിട്ടുണ്ട്. അത്തരം പെരുമാറ്റങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് വെളിപാടുകൾ ഇറക്കിയിട്ടുണ്ട്. അല്ലാത്ത ചില സമയങ്ങളിൽ വളരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ മുഹമ്മദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വെളിപാടുകൾ ഇറക്കുക എന്നത് മുഹമ്മദിൻ്റെ പതിവായിരുന്നു. മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങളും മനോവ്യാപാരങ്ങളും മാത്രമാണ് വെളിപാടുകളായിട്ട് പുറത്തേക്ക് വന്നിരുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം. ഇനി 9-ാമത്തെ വാക്യം, സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരെ നാം സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാകുന്നു. ഇവിടെ ആരൊക്കെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലൊക്കെ ഇതായി എഴുതി വച്ചിരിക്കുന്നു. അബൂബക്കർ, ഉമ്മർ, ഉസ്മാൻ, അലി എന്നിവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഈ അബൂബക്കർ, ഉമ്മർ, ഉസ്മാൻ, അലി തുടങ്ങിയവരൊക്കെയാണ് സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ എങ്കിൽ ഈ 4 പേരുടെയും പിന്നീടുള്ള ചരിത്രം എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഫിത്ന എന്ന പ്രഭാഷണത്തിൽ ഈ 4 പേരൊക്കെ പിന്നീട് എന്തായിത്തീർന്നു എന്ന് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. മുഹമ്മദും അള്ളാഹുവും കൂടി സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്ത അതേ ആളുകൾ തന്നെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഉസ്മാൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. ഉസ്മാൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ അലി കൊല്ലപ്പെടുന്നു, അലിയുടെ മക്കൾ കൊല്ലപ്പെടുന്നു. ഈ പറയുന്ന ആളുകളെല്ലാം പരസ്പരം പോരടിച്ച് മരിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്.
ഇവിടെ അള്ളാഹു എന്താ ആയത്തിറക്കുന്നത്? സത്യവിശ്വാസികളിൽപ്പെട്ടവരായിട്ടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിട്ടും ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. എന്നാൽ ഇവരൊക്കെ പരസ്പരം ഈ സത്യവിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ തമ്മിലടിച്ച് മരിക്കുമ്പോൾ ഈ അള്ളാഹു നടത്തിയ ഈ പ്രവചനവും അള്ളാഹുവിൻ്റെ ഈ പ്രസ്താവനയും എന്തായിപ്പോയി? വെറും കാറ്റായിപ്പോയി. രണ്ട് സത്യവിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടി മരിച്ചാൽ രണ്ടുപേർക്കും സ്വർഗം കൊടുക്കാൻ പറ്റില്ല എന്ന് ഈ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് തന്നെ പറയുന്ന കോമഡി അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന ഈ 4 പേരിൽ എത്ര പേര് സജ്ജനങ്ങളായി നിലനിന്നു എന്നും എത്ര പേര് സ്വർഗത്തിലെത്തിയെന്നും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെയാണ് ഇസ്ലാം ചരിത്രത്തിൻ്റെ കോമഡികൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വെളിപാടുകളുടെ പൊള്ളത്തരങ്ങളും ഇവിടെയാണ് വ്യക്തമാകുന്നത്. 10-ാമത്തെ വാക്യം, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ മർദ്ദിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മർദ്ദനത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷ പോലെ അവർ കണക്കാക്കുന്നു. താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വല്ല സഹായവും ലഭിച്ചെങ്കിൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ തന്നെ ആയിരുന്നല്ലോ എന്നവർ തീർച്ചയായും പറയുകയും ചെയ്യുന്നു. ലോകരുടെ ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലേ? അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് നല്ലവണ്ണം അറിയുന്നവനൊന്നുമല്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിലും ഇതിൽ പലയിടത്തും നമ്മൾ കണ്ടത്. അള്ളാഹുവിന് ഭാവിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ലായിരുന്നു. അള്ളാഹുവിന് മനുഷ്യരുടെ മനസ്സിലെ ചിന്തകളും കാപട്യങ്ങളും എന്താണ് എന്നും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അത് കഴിയുമായിരുന്നില്ല എന്നതിന് ചരിത്രത്തിൽ തന്നെ 100 കണക്കിന് തെളിവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ അള്ളാഹു മുനാഫിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്, കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സന്ദർഭം തഫ്സീറുകളിൽ വിവരിച്ചിട്ടുള്ളത് ബദർ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ്. അയ്യാഷുബിനു അബി റബിയ എന്ന് പറയുന്ന ഒരാളെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്നാണ് വാഹിദിയുടെ തഫ്സീറിലും മറ്റും കാണുന്നത്. അയാൾ ആദ്യം മതം വിശ്വസിച്ച് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നു എന്നും പിന്നീട് സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ അയാളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അയാൾ വിശ്വാസം ഉപേക്ഷിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ പോയി. അങ്ങനെ അയാൾ കപടവിശ്വാസിയായിട്ട് അവിടെ അഭിനയിച്ച് അവരുടെ കൂടെ ജീവിച്ചു എന്നും ഒക്കെയാണ് കഥ. പിന്നീട് മുസ്ലിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്ന സമയത്ത് ഞാനും വിശ്വാസിയായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇയാൾ രംഗത്ത് വന്നു എന്നും അപ്പോഴാണ് അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കിയത് എന്നൊക്കെയാണ് ഇതിൻ്റെ സന്ദർഭവും ചരിത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതൊരു ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഈ കഥയെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലാണ് ആയത്തിറങ്ങിയത് എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇത് കാടടച്ചുള്ള ഒരു വെടിവെപ്പാണ്. മുഹമ്മദിൻ്റെ കൂടെ കൂടിയ പല ആളുകളും ഇതുപോലെ വിശ്വാസികളാണ് എന്ന് മുസ്ലിങ്ങളെ ധരിപ്പിക്കുകയും എന്നാൽ വിശ്വാസികളല്ല എന്ന് മുശ്രിക്കുകളെ ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുശ്രിക്കുകളുടെ സഹകരണത്തോടു കൂടി അവരുടെ കൂടെ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളിൽ ഇതേ മുഹമ്മദും അള്ളാഹുവും തന്നെ അതിന് അനുവാദം കൊടുത്തതായിട്ടും ഇതേ ഖുർആനിൽ കാണാം. ഇത് നമ്മൾ മുമ്പ് ചില അധ്യായങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നിർബന്ധം കാരണം, അച്ഛനമ്മമാരുടെയും കുടുംബത്തിൻ്റെയും നിർബന്ധം കാരണം വിശ്വാസം പുറമേക്ക് പ്രകടിപ്പിക്കാതെ അത് ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിലൊരു മുനാഫിക്കായി കഴിയാൻ മുഹമ്മദിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് ചിലർ വരുമ്പോൾ അങ്ങനെ ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയ കോമഡിയും ഇതേ ഖുർആനിലുണ്ട്. അതേ ഖുർആനിലാണ് ഇവിടെ അങ്ങനെ കാപട്യം നടിച്ച് പോകുന്നവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഇവർ ഇസ്ലാമിനോട് വിശ്വാസമുണ്ടോ അതോ അവർ മുശ്രിക്ക് മതത്തിനോട് തന്നെയാണോ അവരുടെ വിശ്വാസം എന്നതൊന്നും അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഇവിടെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ വെളിപാടായിട്ട് ഇറക്കണം. അള്ളാഹുവിന് അവരുടെ മനസ്സിലുള്ളതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഓരോരുത്തരുടെയും അപ്പോൾ തന്നെ കയ്യോടെ പിടികൂടിയിട്ട് ഇന്നയാൾ എൻ്റെ മനസ്സിൽ വിശ്വാസമില്ല എന്ന് അയാൾ നേരിട്ട് തന്നെ പിടികൂടിക്കൊണ്ട് മുഹമ്മദിന് പറയാൻ കഴിയേണ്ടതാണ്, അള്ളാഹുവിന് പറയാൻ കഴിയേണ്ടതാണ്. പക്ഷേ ഒരിടത്തും അള്ളാഹു അങ്ങനെ പറയുന്നില്ല. മറിച്ച് അള്ളാഹു ഇങ്ങനെ കാടടച്ച് വെടിവെക്കുകയാണ്, ആർക്കെങ്കിലുമൊക്കെ കൊണ്ടോട്ടെ എന്ന നിലക്ക്. അങ്ങനെ
പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഖുർആനിൽ പലയിടത്തും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കപട വിശ്വാസി ആരാണ്, ഒറിജിനൽ വിശ്വാസി ആരാണ്, ആത്മാർത്ഥതയുള്ള ആളാണ്, അല്ലാത്ത ആൾ ആരാണ് എന്നൊന്നും തിരിച്ചറിയാൻ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല. മുഹമ്മദിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സംശയങ്ങളുണ്ടായപ്പോൾ മുഹമ്മദ് ഇങ്ങനെ കാടടച്ചിട്ട് അതൊക്കെ അള്ളാഹുവിന് അറിയാൻ പറ്റുമട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ലാതെ കൃത്യമായിട്ടത് അള്ളാഹുവിൻ്റെ പേരിൽ പറയാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിന് തിരിച്ചറിയാൻ കഴിയില്ല. അള്ളാഹുവിന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിയണ്ടേ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചില ഉഡായിപ്പുകൾ മുഹമ്മദ് വെളിപാടായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. സമാനമായ മറ്റൊരു ആയത്ത് ഖുർആനിൽ 4-ാം അധ്യായത്തിലെ 97-ാം വാക്യത്തിൽ കാണാം. അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു? അവർ പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു. അവർ ചോദിക്കും, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ട് അതിൽ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ. എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം നരകമത്രേ, അതെത്ര ചീത്ത. അപ്പോൾ മക്കയിൽ മുഹമ്മദിൻ്റെ കൂടെ ഹിജ്റ പോവാതെ മുശ്രിക്കുകളുടെ കൂടെ തന്നെ താമസിക്കുകയും അതേ സമയത്ത് മുഹമ്മദിൻ്റെ മതത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് മുഹമ്മദിനെയും കൂടെയുള്ളവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് മുഹമ്മദിൻ്റെ മനസ്സിൽ സംശയമുണ്ടായിരുന്നു. അവർ കപടന്മാരാണോ, അവർ പറയുന്നത് സത്യമാണോ എന്ന് മുഹമ്മദിന് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ കപടന്മാരാണെങ്കിൽ അവർക്കിട്ട് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഭീഷണികളാണ് ഇത്തരം വെളിപാടുകളിലൂടെ മുഹമ്മദ് അവതരിപ്പിച്ചെന്ന്. അപ്പോൾ മലക്കുകൾ അവരവിടെ ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ മലക്കുകളോട് ഞങ്ങൾക്ക് ഇവിടെ മർദ്ദനം സഹിക്കുകയാഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത് എന്ന് ഒഴിവുകഴിവ് പറയാൻ ശ്രമിക്കുമെന്നും, അപ്പം മലക്കുകൾ അവരോട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ മനസ്സിൽ ഇവരോട് പറയാൻ മുഹമ്മദ് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ മലക്കുകളുടെ തലയിലൊക്കെ വെച്ച് കെട്ടിയിട്ട് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വെളിപാടായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാടടക്കിയുള്ള ഉണ്ടയില്ലാ വെടികളായിരുന്നു മുഹമ്മദിൻ്റെ എന്ന് വ്യക്തമാണ്. ഈ 10-ാം വാക്യത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. മുജാഹിദ് സെറ്റ്, ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് സം പീപ്പിൾ ഹു ഡിക്ലെയർഡ് ഫെയ്ത്ത് വിത്ത് ദെയർ ടങ്സ്. However, when Allah tested them with trials or calamities regarding their own persons, they succumbed. Said Al-Dahhak, this verse was revealed about some Meccan hypocrites who displayed faith but showed their belief in idolatry whenever they were harmed. Ikrimah also reported that Ibn Abbas said, this verse was revealed about the believers who were expelled Badr by the idolaters, and so they renounced their faith. It is about these people that the verse was revealed. മക്കയിലുണ്ടായിരുന്ന ചില ആളുകൾ വിശ്വാസികളായിരുന്നെങ്കിലും അവർക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ സ്വന്തക്കാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയും അവരവരുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന കാര്യം മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും അറിയില്ല. അപ്പോൾ അവരെ വിശ്വാസമില്ലാത്തവരാണ്, കപടന്മാരാണ്, അവർ ഹിജ്റയ്ക്ക് ക്ഷണിച്ചിട്ടും കൂടെ വരാതിരുന്നു, നമ്മളെ ചതിച്ചു എന്നൊക്കെ തോന്നിയ മുഹമ്മദ് അവരെ കപടവിശ്വാസികളെന്നും അവിശ്വാസികളെന്നും പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച് വെളിപാടിറക്കുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മുഹമ്മദ് ഇവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നത് ഇവരെയൊക്കെ അള്ളാഹു രക്ഷിക്കുമെന്നായിരുന്നു. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ടും ഇവർക്കൊക്കെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ രക്ഷിക്കാൻ അള്ളാഹു എവിടെയെന്ന സ്വാഭാവികമായ സംശയം അവരുടെ മനസ്സിൽ ഉദിക്കുകയുണ്ടായി. ആ സംശയത്തിൻ്റെ പേരിൽ അവർ മുഹമ്മദിനെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മുഹമ്മദിനോട് അക്കാര്യം സൂചിപ്പിക്കുകയോ ചെയ്തു. അതിഷ്ടപ്പെടാത്ത മുഹമ്മദ് തങ്ങളുടെ സ്വന്തക്കാർ പീഡിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവരെ കുറ്റപ്പെടുത്തുന്നത്. അതിനവരെ കുറ്റപ്പെടുത്തുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അള്ളാഹു രക്ഷിക്കുമെന്നും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മതിയെന്നും മുഹമ്മദ് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും മുഹമ്മദ് വാഗ്ദത്തം ചെയ്തതുപോലുള്ള ഒരു സംരക്ഷണം അള്ളാഹുവിൽ നിന്ന് കിട്ടിയില്ല. അവർ സ്വന്തക്കാരിൽ നിന്നും മറ്റും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വന്നപ്പോൾ അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം കുറയുകയോ അല്ലെങ്കിൽ ആ വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയം അവർ മുഹമ്മദിൻ്റെ അടുത്ത് ഉന്നയിക്കുകയോ ചെയ്തു.
പക്ഷേ മുഹമ്മദിന് അതിന് കൃത്യമായിട്ട് യുക്തിസഹമായിട്ടും മറുപടി നൽകാൻ കഴിയാത്തതുകൊണ്ട് മുഹമ്മദ് അവരുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ അധിക്ഷേപിക്കുകയാണ് അവിടെ ചെയ്തത്. അതാണ് ഇബ്നു അബ്ബാസിൻ്റെ ഈ തഫ്സീറിലൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കുകയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവോടെയാണ് നടക്കുന്നത് എന്നും ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിശ്വാസവും അവിശ്വാസവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് അറിയാമെന്നും ഒക്കെ മുഹമ്മദ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളിൽ അള്ളാഹുവിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ വിധി വിശ്വാസം ഇവിടെ തന്നെ ആവർത്തിച്ച് പറഞ്ഞതനുസരിച്ച് അവർ പീഡിപ്പിക്കപ്പെട്ടതും അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. അപ്പോൾ അവിടെ അള്ളാഹു തന്നെ അവരെ ചതിക്കുകയാണ് ചെയ്തത് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ഈമാനിന് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോട്ടം തട്ടിയതിന് അവരെ ചീത്ത വിളിച്ചിട്ട് എന്ത് കാര്യം? അവർ പറയുന്നത് സത്യമല്ലേ? മുഹമ്മദ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതനുസരിച്ച് അള്ളാഹു അവരെ സംരക്ഷിച്ചില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഇനി വേറൊരു കോമഡി, ഈ പറഞ്ഞതാണ് സത്യമെങ്കിൽ മുഹമ്മദ് തിരിച്ച് മക്കക്കാരുടെ നേരെ നടത്തിയ അക്രമങ്ങൾ, മുഹമ്മദ് മദീനയിൽ പോയി ആളെ കൂട്ടി വാളെടുത്ത് സൈന്യത്തെ രൂപീകരിച്ച് മക്കക്കാരെ കൊള്ളയടിക്കുകയും മക്കക്കാരെ യുദ്ധം ചെയ്ത് കീഴടക്കുകയും ബദർ യുദ്ധത്തിൽ 70 മക്കക്കാരെ കൊല്ലുകയും ഒക്കെ ചെയ്തത് ആരുടെ ശിക്ഷയാണ്? അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് ഈ ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെ പലയിടത്തും ഉളുപ്പില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് സ്വന്തം വിശ്വാസികൾക്ക് മറ്റുള്ളവരിൽ നിന്ന് മർദ്ദനമേൽക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ അല്ല എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത് എങ്കിൽ, തിരിച്ച് മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരും കായികമായിട്ട് മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുക? അവിടെ ഇരട്ടത്താപ്പല്ലേ കാണിക്കുന്നത്? ബദർ യുദ്ധത്തിൽ ഈ മുശ്രിക്കുകൾ കൊല്ലപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ മുശ്രിക്കുകൾക്ക് നേരെയുള്ള ശിക്ഷയാണ് എന്നാണ് ഈ ഖുർആനിലും ഈ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ മുസ്ലിങ്ങളെ മക്കക്കാർ ആക്രമിച്ചത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് ആ മക്കക്കാർ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അത് അള്ളാഹുവിൻ്റെ ശിക്ഷ അല്ല എങ്കിൽ പിന്നെ മക്കയിൽ നിന്ന് മദീനയിൽ പോയി മക്കക്കാരെ മുഹമ്മദും കൂട്ടരും ശിക്ഷിച്ചത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയാവുക? അത് മുഹമ്മദിൻ്റെ ശിക്ഷയല്ലേ? അത് മുഹമ്മദും കൂട്ടരും നടത്തിയിട്ടുള്ള ശിക്ഷയല്ല. അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പരിധിയിൽ വരിക? അപ്പോൾ അള്ളാഹു ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. മുഹമ്മദിന് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു എട്ടുകാലി മമ്മൂഞ്ഞായി വന്ന് ഏറ്റെടുക്കുകയും മുഹമ്മദിന് പ്രതികൂലമായിട്ട് നടക്കുന്ന കാര്യങ്ങളിലൊന്നും അള്ളാഹുവിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് കൈവെടിയുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇരട്ടത്താപ്പാണ്. ഇതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വൈരുദ്ധ്യങ്ങളാണ്. ഇനി 11-ാമത്തെ വാക്യം, സത്യവിശ്വാസം കൈക്കൊണ്ടവരെയും കപടവിശ്വാസികളെയും അള്ളാഹു വേർതിരിച്ചറിയുക തന്നെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മാർഗം നിങ്ങൾ പിന്തുടർന്നു നടക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയുന്നു. വാസ്തവത്തിൽ ഇവരുടെ പാപങ്ങളിൽ നിന്ന് യാതൊന്നും അവർ വഹിക്കുന്നവരായിരിക്കുകയില്ല. നിശ്ചയമായും അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. ഇവിടെ ഈ 11-ാമത്തെ വാക്യം, സത്യവിശ്വാസം കൈക്കൊണ്ടവരെയും കപടവിശ്വാസികളെയും അള്ളാഹു വേർതിരിച്ചറിയുക തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ അള്ളാഹു വേർതിരിച്ചറിയുന്നുണ്ട് എന്ന് മുഹമ്മദ് കാടടക്കി വെടിവെക്കുകയാണ്. കാരണം അള്ളാഹുവിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മുഹമ്മദിന് തിരിച്ചറിയാൻ പറ്റാത്തതൊന്നും അള്ളാഹുവിന് തിരിച്ചറിയാൻ പറ്റില്ല. ആരാണ് കപടവിശ്വാസി, ആരാണ് ഒറിജിനൽ വിശ്വാസി എന്നൊന്നും മുഹമ്മദിന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. പക്ഷേ മുഹമ്മദിന് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി മുഹമ്മദ് അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അത് സത്യസന്ധമാണോ അതോ കാപഢ്യമാണോ എന്നറിയാൻ വേണ്ടി മുഹമ്മദ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുഹമ്മദിന് കൃത്യമായി കൺഫേം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മുഹമ്മദ് ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ ഈ ഉണ്ടയില്ല വെടി അതല്ലെങ്കിൽ ഈ കാടടക്കി വെടി ഇറക്കുന്നത്. അള്ളാഹുവിന് മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാപഢ്യവും ചതിയും മറ്റുള്ളവരുടെ അവിശ്വാസവും വിശ്വാസവും ഒന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നതിന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വളരെ സുവ്യക്തമായിട്ടുള്ള പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള 100 കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ 2 ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒരിക്കൽ മദീനയിലായിരുന്നപ്പോൾ ഒരിക്കൽ മുഹമ്മദ്
ഒരു ജൂതഗോത്രത്തെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത് തിരിച്ചു വന്നു. ആ ജൂതഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഇതിന് മുഹമ്മദിനെ എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചതി പ്രയോഗിച്ചു. കാരണം മുഹമ്മദ് അവരെ ചതിയിലാണ് ആക്രമിച്ചത്. അതേപോലെ ചതിയിൽ തിരിച്ചാക്രമിക്കാൻ വേണ്ടി അവരൊരു പദ്ധതി ഇട്ടിട്ട് അവർ കുറച്ച് ആൾക്കാർ മദീനയിൽ മുഹമ്മദിനെ കാണാൻ വന്നു. ജൂതന്മാർ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രം ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ദീനിൽ പ്രവേശിച്ചിരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ ഖുർആൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള ഖുർആനൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള കുറച്ച് ഹാഫിളുകളെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് യാതൊന്നും ആലോചിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഹാഫിളുകളെ മുഴുവൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് 70 ഖുർആൻ പണ്ഡിതന്മാരായ ഖുർആൻ കാണാപ്പാഠം പഠിച്ചിരുന്ന 70 ഹാഫിളുകളെ ഈ ജൂതന്മാരുടെ കൂടെ പറഞ്ഞയച്ചു. ജൂതന്മാർ ഹാഫിളുകളെയും കൊണ്ടങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബീർമൗന എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ അവരെ മൊത്തം അങ്ങ് കൊന്നു കളഞ്ഞു. 70 ഹാഫിളുകളിൽ 69 എണ്ണത്തിനെയും കൊന്നു. ഒരു മുടന്തൻകാലൻ ഉണ്ടായിരുന്നു, അയാൾ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു തിരിച്ചു പോന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ തിരിച്ചു വന്നിട്ട് കൊണ്ടുപോയ ഹാഫിളുകളെ മുഴുവൻ അവന്മാർ കൊന്നിരിക്കുന്നു എന്ന വിവരം അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോഴാണ് അള്ളാഹിൻ്റെ റസൂൽ ഇതറിഞ്ഞത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പോക്കറ്റിൽ ജിബ്രീലും തോളിൽ അള്ളാഹും കയറി കുത്തിരിക്കുന്നുണ്ട് സദാസമയവും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർക്ക് തൂറാൻ മുട്ടിയവരെ ആയത്തിറക്കിക്കൊണ്ട് ജിബ്രീലും അള്ളാഹും കൂടെ ഉള്ളപ്പോഴാണ് ഈ ജൂതന്മാർ വന്നിട്ട് 70 ഹാഫിളുകളെ കൂട്ടിക്കൊണ്ടു പോയത്. എന്തും പറഞ്ഞിട്ട് ഞങ്ങളെ ഗോത്രം മുഴുവൻ മതം സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ ആളെ വിട്ടു തരണം എന്ന് പറഞ്ഞ് ചതിക്കുകയായിരുന്നു ചെയ്തത്. ചേകന്നൂർ മൗലവിയെ കൊലയാളികൾ ചതിച്ച അതേപോലെ മുഹമ്മദിനെയും അള്ളാഹുവിനെയും ചതിച്ചുകൊണ്ട് ജൂതന്മാർ 70 പേരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എവിടെയായിരുന്നു മറ്റുള്ളവരുടെ മനസ്സിലെ ഹൃദയത്തിലുള്ള വിശ്വാസവും അവിശ്വാസവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന, കാപഢ്യമൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന അള്ളാഹു ആ സമയത്ത് കിടന്നുറങ്ങായിരുന്നു? അള്ളാഹു ഒരക്ഷരം മിണ്ടിയില്ല, ജിബ്രീലും മിണ്ടിയില്ല. അവർ കൂട്ടിക്കൊണ്ടുപോയി കൊന്ന് വിവരം അറിഞ്ഞപ്പോൾ മുഹമ്മദ് അതീവ സങ്കടത്തോടുകൂടി അതീവ പ്രതികാര ബുദ്ധിയോടുകൂടി ഓടി നടന്ന് കരഞ്ഞുകൊണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 1 മാസക്കാലം ഊണും ഉറക്കവും ഇല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ആ ജൂതന്മാരെ ശപിച്ചുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആ ശാപപ്രാർത്ഥന ആണ് പിന്നീട് കുനൂത്ത് എന്ന പേരിൽ ഇന്ന് സുബൈ നിസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത് എന്ന് പറയുന്ന പ്രാർത്ഥനയായിട്ട് മാറിയത് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹും മലക്കുകളും ജിബ്രീലും ഒന്നും ആയത്തിറക്കിയില്ല. പക്ഷേ ആയത്തിറക്കി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞിട്ട്, മുഹമ്മദ് 1 മാസത്തിലേറെ കാലം കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ മുഹമ്മദിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരായത്തിറങ്ങി. ആ ആയത്തിറക്കിയത് അള്ളാഹു അല്ല, ജിബ്രീലും അല്ല. ആയത്തിറക്കിയത് ഈ മരിച്ചുപോയ 69 ആളും കൂടിയാണ്. 69 ആളും കൂടി അവിടുന്ന് ഇറക്കിയ ആയത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു, ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരിച്ചു പോയവർ ആയത്തിറക്കി എന്ന കോമഡിയാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആയത്തിറക്കൽ അള്ളാഹ്ക്കും ജിബ്രീലിനും മാത്രമല്ല മരിച്ചുപോയ ആൾക്കാർക്കും കഴിയും എന്ന കോമഡിയും അതിനകത്തുണ്ട്. അങ്ങനെയാണ് പിന്നെ മുഹമ്മദ് കരച്ചിൽ മതിയാക്കിയിട്ട് സാധാരണ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നത് എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, അള്ളാഹു മറ്റുള്ളവരുടെ വിശ്വാസവും അവിശ്വാസവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന മഹാനാണ് എന്ന ഈ അവകാശവാദം എത്രത്തോളം പൊള്ളയാണ് എന്നതും മുഹമ്മദിൻ്റെ ഉണ്ടയില്ലാവേടിയാണ് ഇതൊക്കെ എന്നുള്ളതിനും ഇതിൽ പരം തെളിവെന്താ വേണ്ടത്? അള്ളാഹുവിന് അറിയില്ലേ? ആ ജൂതന്മാർ വന്നിട്ട് ഹാഫിളുകളെ ചോദിക്കുമ്പോൾ അള്ളാഹ് അപ്പം ഇറക്കേണ്ട ആയത്ത് ഇവരെ കള്ളന്മാരാണ്, ഇവരെ കൂടെ പറഞ്ഞയക്കരുത്, ചതിയാണ് കേട്ടോ എന്ന് പറയണ്ടേ അള്ളാഹു? പറയാതിരുന്നത് എന്തേ? അള്ളാഹു ഉറങ്ങിപ്പോയത് കൊണ്ടാണോ? അള്ളാഹു അറിയാതിരുന്നത് കൊണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ചതി കിടക്കട്ടെ, മുഹമ്മദിന് അങ്ങനെ ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണോ അള്ളാഹു? അപ്പോൾ ഇതൊക്കെ വെറും പുളുവാണ് എന്നതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ഇതൊക്കെ. ഇത് മാത്രമല്ല ഉദാഹരണം, അതിനേക്കാളും വലിയ കോമഡി വേറെ എത്രയോ സംഭവങ്ങളുണ്ട്. റിദ്വാൻ പ്രതിജ്ഞ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ഹുദൈബിയ സന്ധിക്ക് സന്ധി സംഭാഷണം നടത്താൻ വേണ്ടിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറഞ്ഞയച്ചിട്ട് മുഹമ്മദും സൈന്യവും ഒരു എലന്ത മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്.
അങ്ങനെ ചർച്ച കഴിഞ്ഞ് ഉസ്മാൻ വരാൻ പറഞ്ഞ സമയത്തൊന്നും ഉസ്മാൻ വന്ന് കാണാതിരുന്നപ്പോൾ ഉസ്മാനെ മക്കക്കാർ കൊന്നിട്ടുണ്ടാവും എന്ന് മുഹമ്മദ് ഊഹിച്ചു. എന്നിട്ട് മുഹമ്മദ് ഉസ്മാൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒപ്പമുണ്ടായിരുന്ന സൈന്യങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു പ്രതിജ്ഞ അങ്ങോട്ട് നടത്തി. ഉസ്മാൻ്റെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ യുദ്ധസന്നദ്ധരാക്കിയിട്ട് മക്കയിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ മുഹമ്മദ് പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടനെ അള്ളാഹുവിൻ്റെ ഒരു ആയത്തിറങ്ങി. അള്ളാഹു പറഞ്ഞെന്താണ്? നിങ്ങൾ ഈ എലന്തമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രതിജ്ഞയിൽ അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ആയത്തിറങ്ങിയത്. അപ്പോൾ അള്ളാഹിൻ്റെ ആയത്തും കൂടെ കിട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഉഷാറായിട്ട് മക്കയിലേക്ക് യുദ്ധത്തിനായിട്ട് മാർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉസ്മാൻ ഇങ്ങനെ ചിരിച്ചു കൊണ്ട് വരുന്നു അവിടുന്ന്. അപ്പോൾ ഉസ്മാൻ ലേശം നേരം വൈകിയതാണ്, ചർച്ച നീണ്ടുപോയതുകൊണ്ടോ മറ്റേ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഉസ്മാൻ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഉസ്മാൻ്റെ ചോരയ്ക്ക് പകരം വീട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിജ്ഞയിൽ സംതൃപ്തി അറിയിച്ചുകൊണ്ട് ആയത്തിറക്കിയ അള്ളാഹു ഒരു പൊട്ടനല്ലേ? ആ അള്ളാഹുവിന് ആ എലന്തമരത്തിൻ്റെ മുകളിലൊന്ന് കയറി നോക്കിയിരുന്നെങ്കിൽ ഉസ്മാൻ അപ്പുറത്ത് വരുന്നത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഉസ്മാനെ കൊന്നിട്ടില്ല എന്നും ഉസ്മാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉസ്മാൻ ഇവിടെ എത്തുമെന്നുള്ള വിവരം പോലും ആയത്തിറക്കിയ അള്ളാഹുവിനുണ്ടായിരുന്നില്ല. ഇതുപോലെ എത്ര കോമഡി അനുഭവങ്ങൾ. അള്ളാഹു എന്ന് പറയുന്നത് മിഥ്യയാണെന്നും അള്ളാഹുവിൻ്റെ സർവ്വജ്ഞാനം പോയിട്ട് അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ലായിരുന്നു എന്നതിൻ്റെയും ദൃഷ്ടാന്തങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി 12-ാമത്തെ ആയത്ത്, ഞങ്ങളുടെ മാർഗം നിങ്ങൾ പിന്തുടർന്ന് നടക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയുന്നു. വാസ്തവത്തിൽ ഇവരുടെ പാപങ്ങളിൽ നിന്ന് യാതൊന്നും അവർ വഹിക്കുന്നവരായിരിക്കുകയില്ല, നിശ്ചയമായും അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. ഇതിൻ്റെ സന്ദർഭം പറയുന്നത് മക്കയിലെ ഖുറൈശി നേതാക്കന്മാർ മുഹമ്മദിൻ്റെ കൂടെ കൂടാൻ പോയ ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ഉപായങ്ങളും പ്രയോഗിച്ചിരുന്നു. അങ്ങനെ ഉപായങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ മുസ്ലിങ്ങളായി പോകാൻ ശ്രമിക്കുന്ന ആളുകളോട് പറഞ്ഞത്, ഈ സിർക്ക് പാപമാണെങ്കിൽ ആ സിർക്കിൻ്റെ പേരിൽ നിങ്ങൾ ബേജാറാവണ്ട, പേടിക്കേണ്ട, അതിൻ്റെ പേരിൽ നിങ്ങൾ മുഹമ്മദിൻ്റെ കൂടെ പോകുമെന്നും വേണ്ട, ആ സിർക്കിൻ്റെ മുഴുവൻ പാപം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആ സന്ദർഭത്തിൽ അതറിഞ്ഞ മുഹമ്മദ് അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് ഈ 2 വാക്യങ്ങളും. എന്താണ് ഈ 2 വാക്യങ്ങളും പറഞ്ഞത്? ഒരാൾ ചെയ്ത പാപത്തിന് ശിക്ഷ മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് ഇതിൽ പറഞ്ഞ ഈ 2 വാക്യങ്ങളിലും പറഞ്ഞത് അതാണ്. നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയുന്നു. വാസ്തവത്തിൽ ഇവരുടെ പാപങ്ങളിൽ നിന്ന് യാതൊന്നും അവർ വഹിക്കുന്നവരാവുകയില്ല, നിശ്ചയമായും അവർ കള്ളം പറയുകയാണ്. തങ്ങളുടെ പാപഭാരങ്ങളും അവയോടൊപ്പം മറ്റു കുറേ പേരുടെ പാപഭാരങ്ങളും അവർ ചുമക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പാപവും ചുമക്കേണ്ടി വരും, നിങ്ങളുടെ പാപവും ചുമക്കേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ ഊരിപ്പോകുന്നില്ല, നിങ്ങൾക്കും ശിക്ഷ കിട്ടും, അവർക്ക് ഇരട്ടി ശിക്ഷയും കിട്ടും എന്നാണ് മുഹമ്മദ് ഇവിടെ അതിന് മറുപടിയായിട്ട് പറയുന്നത്. ഇതിൻ്റെ വിശദീകരണമായിട്ട് നമ്മുടെ കൂറ്റനാട് തഫ്സീറിൽ എഴുതിയിട്ടുള്ള ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. നിങ്ങൾ ഞങ്ങളെ അനുകരിച്ചു കൊള്ളുക, നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാം, നിങ്ങൾ അതിനൊന്നും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതില്ല, അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നെല്ലാം സത്യവിശ്വാസികളോട് മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അവർ തനിച്ച വ്യാജമാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കുറ്റം ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുന്നതല്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ കുറ്റങ്ങളുടെയും മറ്റുള്ളവരെ വഴിതെറ്റിച്ച കുറ്റങ്ങളുടെയും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇവിടെ താക്കീത് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇക്കാലത്ത് ചില കള്ളത്തെരീക്കത്തുകാരും വ്യാജ ശൈഖുമാരും പാമര ജനങ്ങളെ സമീപിച്ച് പലതും തട്ടിവിടുന്നത് കാണാം. ശർഇൻ്റെ ബാഹ്യമായ നടപടി കൊണ്ടൊന്നും ഫലമില്ല. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫിഖ്ഹ് കർമ്മശാസ്ത്രം അനാവശ്യമാണ്. അറിവ് എന്നത് കിതാബുകളിൽ ഉള്ളതല്ല, അത് ഷെയ്ഖിൻ്റെ ഹൃദയത്തിൽ നിന്ന് മുരീദിൻ്റെ ഹൃദയത്തിലേക്ക് നീങ്ങുന്നതാണ്. അതുകൊണ്ട് മോക്ഷത്തിൻ്റെ മാർഗം തങ്ങളെ പൂർണ്ണമായി അനുസരിച്ച് നടക്കലാണ് എന്നിങ്ങനെ പലതും ഇത്യാദി അബദ്ധജടിലമായ ജൽപ്പനങ്ങളിലൂടെ ബഹുജനങ്ങളെ കബളിപ്പിക്കുന്നത് സത്യനിഷേധികളുടെ പ്രവൃത്തിയാണെന്ന് ഇവിടെ നമുക്ക് ഗ്രഹിക്കാം. ഇവിടെ സുന്നി മുസ്ലിയാർ
ഈ സുന്നി മതത്തിൽ തന്നെയുള്ള തരീഖത്തുകാരെ കുറ്റപ്പെടുത്താൻ ഈ വാക്യത്തെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ് തരീഖത്തുകാരുടെ നിലപാട് എന്ന് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് കൂറ്റനാടിൻ്റെ ഈ വിശദീകരണത്തിൻ്റെ അടുത്ത പാരഗ്രാഫ് കൂടെ വായിക്കാം. എന്നാൽ മുഹമ്മദ് നബി, മുഹിയുദ്ദീൻ ഷെയ്ഖ് മുതലായ മഹാത്മാക്കൾ കുറ്റങ്ങൾ ഏറ്റെടുക്കുമെന്നും അവർ ദൈവത്തിങ്കൽ ശുപാർശ ചെയ്തു നമ്മെ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിത്തരുമെന്നും വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെന്നും ഈ ധാരണ തെറ്റാണെന്ന് ഖുർആൻ 2:48 മറ്റും ആവർത്തിച്ചുണർത്തിയിട്ടുണ്ടെന്നും CN അഹമ്മദ് മൗലവി എഴുതിയിരിക്കുന്നു. പക്ഷേ മുഹമ്മദ് നബി തുടങ്ങിയ മഹാത്മാക്കൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ മുസ്ലിങ്ങളിൽ ഉണ്ടെന്ന് CN പറഞ്ഞതല്ലാതെ അത്തരം മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഉള്ളതായി അറിയപ്പെട്ടിട്ടില്ല. നബിയും മറ്റും ശുപാർശ ചെയ്യുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അനേകം ഖുർആൻ വാക്യങ്ങളുടെയും നബിവചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത്. ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ മറ്റുള്ളവരുടെ ദോഷങ്ങൾ അവർ ഏറ്റെടുത്തിട്ടില്ലെന്നും മറിച്ച് അവരുടെ ദോഷം പുറത്തു കൊടുക്കുവാനും മറ്റും അള്ളാഹുവോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് അതെന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ കരുണാനിധിയായ അള്ളാഹു ആ പുണ്യാത്മാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. 2:48 ഇതിനെതിരല്ല. ഇവിടെ ഈ ആയത്ത് ഒരാൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന ഖുർആനിലെ ഈ വാദത്തിന് വിപരീതമായിട്ട് ഇസ്ലാമിലെ പല വിഭാഗങ്ങളും പലതും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഖണ്ഡികയിൽ ഇപ്പോൾ കൂറ്റനാട് മുസ്ലിയാർ കുറ്റപ്പെടുത്തുന്നത് ഇവിടുത്തെ തരീഖത്തുകാരെയാണ്. രണ്ടാമത്തെ ഖണ്ഡികയിൽ ഇതേ കുറ്റം സുന്നികളായ ഈ കൂറ്റനാട് മുസ്ലിയാർ ഉൾപ്പെടുന്ന വിഭാഗത്തിനെതിരെ മുജാഹിദുകളും CN അഹമ്മദ് മൗലവിയെ പോലുള്ള അരയുക്തിവാദികളും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ കൂറ്റനാട് ഈ പറഞ്ഞിട്ടുള്ളത്. മരിച്ച മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത് ശിക്ഷ ഏറ്റെടുക്കാനല്ല എന്നും അത് ശിക്ഷ പുറത്തു തരണമെന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നും ന്യായീകരിച്ചുകൊണ്ട് കൂറ്റനാട് മുസ്ലിയാർ എഴുതിയ കാര്യമാണ് നമ്മൾ വായിച്ചത്. അക്കൂട്ടത്തിൽ CN അഹമ്മദ് മൗലവി ഇവർക്ക് മറുപടി പറയുന്നതിന് വേണ്ടി ഉദ്ധരിച്ച ഖുർആനിലെ 2:48 എന്ന വാക്യത്തിന് ഇപ്പറഞ്ഞത് എതിരല്ല എന്നൊരു പ്രസ്താവം കൂടി നമ്മൾ കണ്ടു. അപ്പോൾ ശുപാർശ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്നത് 2:48 എതിരല്ല എന്നാണ് ഇവിടെ മൗലവി പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ 2:48? അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 48-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല. അപ്പോൾ ഇവിടെ സുന്നി മുസ്ലിയാർ പറയുന്നത് ശുപാർശ ചെയ്യാൻ വേണ്ടി അതിന് യോഗ്യതയുള്ള മഹാത്മാക്കളോടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അതല്ലാതെ ഞങ്ങളുടെ ശിക്ഷ ഏറ്റെടുക്കാൻ പറയുകയോ പ്രാർത്ഥിക്കുകയോ അല്ല എന്ന്. അത് 2:48 എതിരല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ 2:48 പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, അള്ളാഹു ഒരു ശുപാർശയും സ്വീകരിക്കാൻ പോകുന്നില്ല എന്നാണ്. പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു ഒരു ശുപാർശയും സ്വീകരിക്കില്ല എന്നാണ് ഈ 2:48 പറയുന്നത്. എന്നാൽ ഇതേ ഖുർആനിൽ ശുപാർശ സ്വീകരിക്കും എന്ന് പലവട്ടം പറഞ്ഞത് ഇതിനു മുമ്പത്തെ പല ക്ലാസ്സുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ ശുപാർശ സ്വീകരിക്കുമെന്നും അങ്ങനെ പരക്കെ ശുപാർശ സ്വീകരിക്കുന്ന ഏർപ്പാട് അള്ളാഹുവിനില്ല എന്നും, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തക്കാരായ ആൾക്കാരെ ശുപാർശ സ്വീകരിക്കും, അങ്ങനത്തെ ഒരു അഴിമതിക്കാരനാണ് അള്ളാഹു എന്ന് ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. ആരുടെ ശുപാർശ സ്വീകരിച്ചാലും അത് അഴിമതിയാണ്. അപ്പോൾ ശുപാർശ സ്വീകരിക്കുന്ന അഴിമതിക്കാരനായ അള്ളാഹു അയാൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ ശുപാർശ സ്വീകരിക്കും എന്ന് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതേ ഖുർആനിലാണ് ഇവിടെ ശുപാർശ സ്വീകരിക്കുകയില്ല എന്നും പറയുന്നത്. അപ്പോൾ ശുപാർശയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മരിച്ച മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് ഈ 2:48 എതിരല്ല എന്ന് മൗലവി പറയുന്നു. പക്ഷേ 2:48
എതിരാണ് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ 2:48 തന്നെ ഖുർആനിലെ മറ്റു പലയിടത്തും പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരാണ്. അപ്പോൾ ഖുർആനിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ പല വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് ഇന്നും തർക്ക വിഷയങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ മറ്റൊരിടത്ത് പറയുന്ന വിരോധാഭാസം ഒഴിവാക്കാനുള്ള സാമാന്യ വിവേകം ഉണ്ടായിരുന്നില്ല. ഇതിന് കാരണം എന്താണ്? മുഹമ്മദ് എന്ന മനുഷ്യന് 23 കൊല്ലക്കാലം അയാളുടെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് അയാൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വൈരുദ്ധ്യങ്ങൾ പറയേണ്ടി വന്നു. ആ വൈരുദ്ധ്യങ്ങളെല്ലാം ഒരു ദൈവത്തിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടി അത് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് ഈ വൈരുദ്ധ്യങ്ങളും പേറി തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ലോകാവസാനം വരെയുള്ള വിധി. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത വാക്യം മുതൽ ഇതിനകത്ത് പഴങ്കഥകൾ പറയുകയാണ്. അതുപോലെ പഴയ പയ്യാരം പറച്ചിലുകൾ തുടരുകയാണ്. അത് മക്കയിൽ തന്നെ ആദ്യകാലത്ത് അവതരിച്ച വാക്യങ്ങളൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. 14-ാമത്തെ വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും തുടരാം.